ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. അപ്പോൾ തറവാടിൻ്റെ ഭക്ഷണവിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് തുടരുന്നത്. ഇതിനോടകം തന്നെ ലീഡ്സിലെ മലയാളികളുടെയും ഇംഗ്ലീഷുകാരുടെയും മനം കവർന്നിട്ടുള്ള നമ്മുടെ തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. UK ഏറ്റവും വലിയ ഫുഡ് ക്രിട്ടിക് ജെയ് റെയ്നറിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒരു അടിപൊളി റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കാണുന്നതെല്ലാം നമുക്ക് ഓവർ ദി ഇയേഴ്സ് കിട്ടിയ അവാർഡ്സ് ആണ്. ഇവിടെ അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു ട്രോഫി കിട്ടും, പിന്നെ ബാക്കിയെല്ലാം പേപ്പറിലും ഇതിലുമൊക്കെ നമ്മുടെ നെയിം പബ്ലിഷ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. അതെ, ഈ വേൾഡ് കപ്പ് സമയത്ത് ഇവിടെ വന്നിട്ട് ഫുള്ള് ടീമിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാറുണ്ട്. ആ സമയത്താണ് നമുക്ക് കിട്ടിയ സിഗ്നേച്ചർ ബാറ്റാണ്. ആ സമയത്ത് വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്നു, അങ്ങനെ ധോണി ഉണ്ടായിരുന്നു, KL രാഹുൽ ഉണ്ട്, ബാക്കി പല ബുംറാൻ്റെ സിഗ്നേച്ചറും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാറ്റാണ് 2014 സഞ്ജു സാംസങ്ങിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്. അത് കാണിച്ച് വിരാട് കോഹ്ലി ഈ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കളിച്ചിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്ന സിഗ്നേച്ചറാണ്. ഇപ്പോൾ ഒരു ഓർമ്മയിലുണ്ട്. നാട്ടിൽ നമ്മുടെ കഥകളി ഉണ്ടല്ലോ. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഇവിടുന്ന് ഏത് ടൂർ പാക്കേജിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്ന ആൾക്കാരെ കഥകളി മസ്റ്റായിട്ട് കാണിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പം എല്ലാവരും തന്നെ നാട്ടിൽ പോകുന്ന ഇംഗ്ലീഷുകാരെല്ലാവരും കഥകളി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, ഞാൻ രാത്രിയിൽ ഇരുന്ന് ഒരു 9 മണി 10 മണി ആകുമ്പോൾ തുടങ്ങുന്നത്, രാവിലെ 3 മണി വരെ ഇരുന്ന് കഥകളി കണ്ടാന്ന് പറഞ്ഞ് ആ സ്റ്റോറിയൊക്കെ വന്ന് നമ്മൾ പറയും. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു മെമ്മറി റീഫ്രഷ് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ പഴയ നമ്മുടെ ആന, പിന്നെ നമ്മുടെ ചെറിയ ഈ കൈത്തറി വസ്ത്രങ്ങൾ സംഭവങ്ങളൊക്കെ, പിന്നെ നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചെറിയ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ സെറ്റപ്പ്. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിലേക്ക് ഒന്ന് പോകണം എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും. ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, ഞങ്ങൾ അടുത്ത വർഷത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏതാണ് നല്ല സ്ഥലങ്ങൾ കാണാനുള്ളത്, ഏത് സമയം പോയാലാണ് നല്ല കാലാവസ്ഥ, ഇതെല്ലാം വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതായത് ഒരു ചെറിയ ടൂറിസം പ്രൊമോഷനുകൾ കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരിക്കും ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഒത്തിരി നമ്മളെക്കുറിച്ചുള്ള ഇങ്ങനെ വന്ന് ഏത് സമയത്ത് പോയാലാണ് നല്ലത്, എവിടെയൊക്കെയാണ് പോകേണ്ടത്, മസ്റ്റ് വിസിറ്റ്. അതായത് ഞങ്ങൾ ചിലർ ഗോവ കേരള മിക്സ് ചെയ്യും, അപ്പോൾ ഏതാണ് മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ എന്ന് ചോദിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഇമോഷണൽ കണക്ഷൻ വെക്കുകയാണ് നമ്മളവിടെ. അതായത് റാദർ ദാൻ എ കസ്റ്റമർ, നമ്മൾ ഇവരുടെ എല്ലാം ഒരു ഫ്രണ്ട് ആവുകയാണ്, ഒരു ഫാമിലി, ഒരു കൂട്ടുകുടുംബം പോലെ ഞങ്ങൾ വളർത്തിയെടുക്കുക. ഇതാണ് ഞങ്ങൾ തറവാടിൻ്റെ കിച്ചൺ. ഇവിടെ ഞങ്ങൾ ഒതൻറ്റിക് ആയിട്ടുള്ള കേരളത്തിൻ്റെ വിഭവങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഇതുപോലെ തന്നെ കസ്റ്റമർക്ക് നല്ല തിരക്കായി തന്നെ ഞങ്ങൾ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്വാളിറ്റിയിലും നല്ല നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടാതെ തന്നെയാണ് ഞങ്ങൾ കസ്റ്റമറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിഭവങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ പലയിടത്തു നിന്നും UK പല ഭാഗത്തു നിന്നും കസ്റ്റമർ വരാറുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. ഞങ്ങൾ എപ്പോഴും നല്ല ഒരു തിരക്ക് ഫീലിംഗ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് നമ്മുടെ കേരളത്തിൻ്റെ തന്മയായ എല്ലാ ഫുഡുകളും ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ പോത്ത് ഉരത്തിയത്, മീൻ പൊള്ളിച്ചത്, ബിരിയാണി, ദം ബിരിയാണി, നമ്മൾ ദം അടിച്ച് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇവിടെ, ഒരു വ്യത്യാസങ്ങൾ വരുത്താതെ. അതുപോലെ കേരളത്തിൻ്റെ ദോശകൾ, പിന്നെ ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, ക്വാളിറ്റി നഷ്ടപ്പെടാതെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡ് ആൻഡ് ഹൈജീൻ്റെ റേറ്റിംഗ് ഞങ്ങൾ ലാസ്റ്റ് 10 വർഷമായിട്ടും ഞങ്ങൾ 5 സ്റ്റാർ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഫുഡ് ആൻഡ് ഹൈജീൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് തന്നെ ആളുണ്ട്. അദ്ദേഹം വന്ന് എല്ലാം ചെക്ക് ചെയ്യും, ക്വാളിറ്റി എല്ലാം അപ്ഡേറ്റ് ആണ്, പേപ്പർ വർക്ക് ശരിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഫുഡിന് എപ്പോഴും കേരളത്തിൻ്റെ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലാണ് UK എല്ലാ റെസ്റ്റോറൻറ്റുകളെയും ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരള ഫുഡിൻ്റെ അംഗീകാരത്തിന് അധികാരം ഞങ്ങളുടെ ഷെഫിനാണ് ഇവിടുത്തെ ഷെഫ് ഓഫ് ദ ഇയർ ഉള്ള അവാർഡ് ഈ യോർക്ക്ഷയറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത്ര തന്നെ ഞങ്ങളുടെ ഫുഡ് ഇത്ര ഫെമിലിയർ ആയിട്ട് നിൽപ്പുണ്ട്. ഇന്ന് ഈ തറവാടിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ലീഡ്സ് ഈ കൗണ്ടിൽ തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഫുഡായി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ, കേരളത്തിൻ്റെ അതേ തനിമ കീപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ രുചി വൈവിധ്യങ്ങളുടെ വിശേഷങ്ങളുമാണ്. പുതിയൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്.